വാൽമീകിയുടെ മനസ്സുകൊണ്ടോ വാൽമീകിയുടെ വീക്ഷണം കൊണ്ടോ സൃഷ്ടിച്ചതല്ല രാമൻ എന്ന കഥാപാത്രം. കഥാപാത്ര സൃഷ്ടിയിൽ എപ്പോഴും നോവലിസ്റ്റുകൾക്കും കഥാകാരന്മാർക്കും പറ്റുന്ന ഒരു പ്രമാദം എന്താണ്? അവരുടെ മനോഭാവം വെച്ചുകൊണ്ടായിരിക്കും അവർ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ കഥാപാത്രങ്ങളിലൂടെ സംസാരിക്കുന്നത്, കഥാപാത്രങ്ങളുടെ നാവിലൂടെ സംസാരിക്കുന്നത് ആരായിരിക്കും? നോവലിസ്റ്റായിരിക്കും സംസാരിക്കുന്നത്. നോവലിസ്റ്റിൻ്റെ സംഭാഷണമാണ്, നോവലിസ്റ്റിൻ്റെ ജീവിത ദർശനമാണ് മുഖ്യ കഥാപാത്രത്തിൻ്റെ നാവിലേക്ക് ഇവർ വെച്ചു കൊടുക്കുന്നത്. ഇതങ്ങനെയല്ല, ഇത് പ്രത്യേക വ്യക്തിയാണ്. വാൽമീകിയുടെ സ്വഭാവമല്ല രാമൻ്റെ സ്വഭാവം. വാൽമീകിയുടെ ദർശനവും രാമന് വെച്ച് കൊടുത്തിട്ടില്ല വാൽമീകി. അപ്പം അതുകൊണ്ടാണ് രാമൻ അഭിമുഖീകരിക്കുന്ന രാജാവെന്ന നിലയിൽ രാമൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണെന്ന് തൽക്കാലത്തേക്ക് വാൽമീകി വിസ്മരിച്ചു പോയി. എന്താണ് കാരണം? അദ്ദേഹം താൽക്കാലികമായി വികാരത്തിന് അധീനനായി. എന്താണ് വികാരത്തിന് അധീനനാകാനുള്ള കാരണം? ഇതുപോലെ കണ്ണു മഹർഷി വികാരത്തിന് അധീനനായി. സ്വന്തം മക്കളില്ലാത്ത ആളാണ്, വിവാഹം കഴിക്കാത്ത ആളാണ്, കുടുംബജീവിതമില്ലാത്ത ആളാണ്, വൈകാരിക ജീവിതമില്ലാത്ത ആളാണ്, ഈശ്വര സേവ ജീവിതവ്രതമായിട്ട് സ്വീകരിച്ച ആളാണ്. പക്ഷേ ഒരു പെൺകിടാവിനെ വളർത്തിക്കൊണ്ടുവന്നപ്പോൾ, പെൺകുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നപ്പോൾ അവളോട് അദ്ദേഹത്തിന് വാത്സല്യം. അപ്പോൾ ശകുന്തള കൊട്ടാരത്തിലേക്ക് ശകുന്തളയെ യാത്രയാക്കേണ്ടുന്ന ദിവസം കണ്ഠസ്തംഭിത ബാഷ്പവൃത്തി കലുഷ സ്താജടം ദർശനം. സംസാരിക്കാൻ വയ്യ അദ്ദേഹത്തിന്, കണ്ണുന്. സ്വന്തം പുത്രിയല്ല, വെറുതെ എടുത്തു വളർത്തിയ പുത്രിയാണ്. കാനനത്തിൽ നിന്ന് കിട്ടിയിട്ട് വിശ്വാമിത്രൻ്റെ മകൾ, മേനകയുടെ മകൾ എടുത്തു വളർത്തിയവളാണ്. പക്ഷേ അവളുടെ യൗവനാരംഭത്തിൽ അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ഗാന്ധർവ വിധിപ്രകാരം വിവാഹം കഴിച്ചു പോയ വരൻ്റെ രാജധാനിയിലേക്ക്, വരൻ്റെ വസതിയിലേക്ക് വിടാനുള്ള സന്ദേശം കൊടുക്കാൻ നേരത്ത് അദ്ദേഹത്തിൻ്റെ കണ്ഠസ്തംഭിത ബാഷ്പവൃത്തി, കരഞ്ഞില്ല. എന്താണ്? ഋഷികൾ അങ്ങനെ കരയാൻ പാടില്ല. അതാണ് കണ്ഠസ്തംഭിത ബാഷ്പവൃത്തി കലുഷ. ഇവിടെ ഇരുന്നങ്ങ് വിങ്ങി തൊണ്ടയിൽ, വാക്കുകളൊന്നും പുറത്തേക്ക് വന്നില്ല. യാസ്യത്യദ്യ ശകുന്തളേതി ഹൃദയം സംസ്പൃഷ്ടമുത്കണ്ഠയാ. ഞാൻ വളർത്തിക്കൊണ്ടുവന്ന പുത്രി ഇന്ന് പോവുകയാണല്ലോ എന്നോർത്തപ്പോൾ സംസ്പൃഷ്ടമുത്കണ്ഠയാ ഹൃദയം ഉത്കണ്ഠയാൽ സ്പർശിക്കപ്പെട്ടു എന്നാണ്. എത്ര സൂക്ഷിച്ചാണ് ആ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കണം. അയ്യോ ആവേ എന്ന് പറഞ്ഞ് കരഞ്ഞു എന്നല്ല, ദുഃഖം തോന്നിയെന്നല്ല, സംസ്പൃഷ്ടം, നല്ലതുപോലെ ഹൃദയത്തെ ഒന്ന് സ്പർശിച്ചു. ഉത്കണ്ഠ എന്ന് പറയുന്ന വികാരം വെറുതെ ദുഃഖമല്ല, വ്യാകുലത. എന്താണ് ദുഃഖത്തിന് വരെ ഉത്കണ്ഠ എന്ന് പറഞ്ഞത്? കൊട്ടാരത്തിൽ ചെന്നാൽ ഇവൾ സ്വീകരിക്കപ്പെടുമോ? കൊട്ടാരത്തിൻ്റെ അന്തരീക്ഷം എന്താണ്? ഈ മുന്യാശ്രമത്തിൽ ജീവിച്ച ശാന്തമായ പ്രകൃതിയുടെ ഭംഗികൾ ആസ്വദിച്ചുകൊണ്ട് കാട്ടുമൃഗങ്ങളോടും കാട്ടുപള്ളികളോടും കാട്ടുമരങ്ങളോടും ഒത്തുചേർന്ന് ജീവിച്ച പ്രാകൃതികയായ ശകുന്തള കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോൾ നഗരത്തിൻ്റെ കൃത്രിമമായ മോടികളുടെ കാപട്യത്തിൻ്റെ ആവാസ കേന്ദ്രമാണ് അവിടെ ഇവൾ എങ്ങനെ ജീവിക്കും? ഇവൾ എങ്ങനെ സ്വീകരിക്കപ്പെടും? രാജാവിന് എത്ര ഭാര്യമാരുണ്ടായിരിക്കും? എത്ര ഭാര്യമാർ വേണമെങ്കിലും ആകാമെന്ന് നിയമമില്ലെങ്കിലും അധികാരമുള്ളത് കൊണ്ട്, അധികാരത്തിൻ്റെ ദുർവിനിയോഗം കൊണ്ട് എത്ര ഭാര്യമാരെ വേണമെങ്കിലും സമ്പാദിച്ചിരുന്ന ആ കാലത്ത് തൻ്റെ വളർത്തുപുത്രി എന്ന പ്രിയപ്പെട്ടവൾ ചെല്ലുമ്പോൾ എപ്രകാരമായിരിക്കും അവൾക്ക് അവിടുത്തെ അനുഭവങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരിക എന്നോർത്തിട്ട് ഹൃദയം ഉത്കണ്ഠിതമായി. സംസ്പൃഷ്ടമുത്കണ്ഠയാ. ഇതാണ് വാൽമീകി സംഭവിച്ചത്.